Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവോ? നിങ്ങൾക്കെതിരെ പിശാചും മനുഷ്യരും ഒക്കെ എഴുതിയ എല്ലാ റിപ്പോർട്ടും അവന്റെ അജണ്ടയും ദൈവം മായ്ച്ചു കളയാൻ പോകും. God is going to remove and wipe away every agendas and plans that the enemy and the men are working against you. നിങ്ങൾക്കെതിരായി ശത്രു പറഞ്ഞതിനെക്കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടണ്ട. Don't be worried about the things that what the enemy has written down against you. അതിന്റെ മുകളിൽ കർത്താവ് ഒരു വലിയ കാര്യം എഴുതി വെച്ചിരിക്കുന്നു. Above that, God has written a greater thing. ഞാൻ നിന്നെ ഉന്നതിയിലെത്തിക്കും. I will make you reach on the top. ഇപ്പോൾ ഉള്ള പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. Don't be afraid of the present struggles. എന്നാൽ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു? What does God say in that situation? ദൈവം എന്ത് എഴുതിയിരിക്കുന്നു? What does God has written down? നിങ്ങളുടെ പുറകോട്ടുള്ള ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്ക്. When you look back to your past life, എത്ര പരിതാപകരമായിരുന്നു. it was a very painful situation. ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചതാണ്. Did you think that you will be saved? നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ ഉന്നതിയിൽ വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Did you think that you will come in the top in the political ആത്മീയ area? ഫീൽഡിൽ നിങ്ങൾ ഉന്നത നിലയിൽ എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Did you think that you will come up in the spiritual life? നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഒരു ഉന്നത സ്ഥാനത്ത് എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Did you think that you will come up top in the education? നിങ്ങൾക്കെതിരെ ശത്രു എഴുതി വെച്ചു തോൽവി മാത്രം. The enemy decided that you will be a failure. പരാജയം, A failure. കടം, Poverty, ഞെരുക്കം, struggle, എന്നും പ്രശ്നം, everyday problems. ഇതെല്ലാം അവന്റെ അജണ്ടയായിരുന്നു. It was all the agenda of the enemy. എന്നാൽ നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുന്നമേ അവൻ നമുക്ക് വേണ്ടി ചിലത് എഴുതി വെച്ചിരുന്നു. Before you were born in the womb of your mother, the Lord has written some things for you. ഇന്ന് ഈ സമയം നിങ്ങൾ ഓർക്കണം. Right now you should think. നിങ്ങൾക്കെതിരെയുള്ളതെല്ലാം മായ്ച്ചു കളയും. Know that all the things that is written against you has been wiped out. യേശുവിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. What all things people said about Jesus. എന്തെല്ലാം പറഞ്ഞ് ആർപ്പെട്ടു. They said many things about Jesus. പക്ഷേ അതിന്റെ മേളിൽ പിതാവ് ഒരു കാര്യം എഴുതി വെച്ചു. Above all, Father God has written something about Jesus. ഇവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. He will rise up the third day. അതിന് മാറ്റമില്ല. There is no change in that. എല്ലാവരും എഴുതി വെച്ചു. Everybody wrote it down. അവന്റെ ശുശ്രൂഷ തീർന്നു. His ministry has ended. എല്ലാം പര്യവസാനിച്ചു. Everything has ended. ഇതാ അവിടെ നിന്ന് ഒരു പുതിയ തുടക്കം. Oh, from there a starting came. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കാൻ പോകും. In your life, the same thing is going to happen. ഒരു മാറ്റവുമില്ല. No change is going to come. അവൻ അത്ഭുത മന്ത്രി. He is a miracle working അവൻ God. വീരനാം ദൈവം. He is a mighty God. അവൻ നിത്യ പിതാവ്. He is everlasting Father. ഇതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകി തരും. He is going to give you everything. അവൻ പിതാവാണ്. He is Father God. ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നു. Yes, the father cares for his children. ജോസഫിനെതിരെ Against Joseph, അവന്റെ സഹോദരങ്ങൾ എന്തെല്ലാം പറഞ്ഞു. what all his brothers said about him. അവനെ പഴിച്ചു. They were against him. ദുഷിച്ചു. They said bad things. അവനെ പരിഹസിച്ച് പറഞ്ഞു വിടാൻ ശ്രമിച്ചു. They mocked and tried to send him away. പക്ഷേ ജോസഫ് അവന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. But Joseph depended upon his God. കാരണം ജോസഫിനോട് ഒരു പ്രോമിസ് ഉണ്ട്. Because Joseph got a promise. പിശാച് എഴുതിയതല്ല പ്രോമിസ്. Not what the devil written is a promise. ദൈവം എഴുതിയ ഒരു പ്രോമിസ്. What God has written is a promise. നീ ഒരു ഉന്നത സ്ഥാനത്ത് ചെല്ലും. You will reach in a higher position. ഇപ്പോഴുള്ള തടസ്സങ്ങൾ, right now the problematic situation, വീട്ടുകാരിന്നുള്ള റിജക്ഷൻ, the rejections from family, വീട്ടുകാർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയത്, sometimes the family put you down, നിങ്ങൾക്ക് സ്വത്തുക്കൾ തരാതെ മറ്റുള്ളവർക്ക് കൊടുത്തത്, the family members who did not give you inheritance, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചത്, the people who tried to put you down in your job place, നിങ്ങളുടെ പല വഴികളും പലരും അടച്ചത്, different doors open to you were closed by other people. ഓർത്ത് ഭാരപ്പെടണ്ട. Don't think about the things. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കൂ. Believe in the word
word of God. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God is going to do a miracle. ദൈവം തന്റെ വാതിലുകൾ തുറക്കും. God is going to open his doors. ഇപ്പോൾ Right now, ഒരു പുതിയ വാതിൽ ദൈവം നിങ്ങൾക്ക് തുറക്കാൻ പോകും. a new door God is going to open in front of you. ചിലരുടെ വാക്ക് കേട്ട് നിങ്ങൾ നിരാശരായില്ലേ? Don't be discouraged by the words of some people. നിങ്ങൾ ഓർത്തു ഇവിടുന്ന് പോയേക്കാം, You thought that let us leave from here. ജോലി വിട്ടേക്കാം, Let us leave that job. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു. You thought that in your heart. നിങ്ങളുടെ ജീവിതത്തിന് നേരെ വന്ന പ്രശ്നങ്ങൾ, ഫൈറ്റിംഗ്, The problems and the fightings that came against you in your life, നന്മയ്ക്കാണ്. it is for a blessing. ഒരു വലിയ സ്ഥാനത്ത് എത്തിക്കാനാണ്. It is going to make you reach a higher position. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Right now I am going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our dear Lord, ശത്രു എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പ്ലക്കാർഡും every placard that the enemy has written against them, മാറിപ്പോട്ടെ. let it be removed. അങ്ങ് അവൻ എഴുതിയ ആ രക്തത്താൽ അവൻ എഴുതപ്പെട്ട പ്രോമിസ്, The promise that you have wrote through your blood, അതെല്ലാം നടക്കട്ടെ. let it all take place. ദൈവ വഴി വെളിപ്പെടണമേ. Let the way of God be revealed. ദൈവ ശക്തി വെളിപ്പെടുത്തണമേ. Let the power of God be revealed. ദൈവാത്മാവിന്റെ കരം ചലിപ്പിക്കണമേ. Let the hand of the Holy Spirit be moved. അത്ഭുതം ചെയ്യണം. Do a miracle, O Lord. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' mighty name. ആമേൻ. Amen. ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ After hearing this message, നിങ്ങൾ ഒരു വലിയ മിറക്കിൾ പാത്തിലൂടെ സഞ്ചരിക്കാൻ പോകും. you are going to travel through a big miracle path. ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. Lord's hand is going to come down for you. നിങ്ങൾ അത് വിശ്വസിക്കും. Believe that. God bless you. God bless you. Love you. Love you. ഓഗസ്റ്റ് 20 മുതൽ 30 വരെ നടക്കുന്ന സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്, ആ ക്ലാസ്സിൽ നിങ്ങളെല്ലാം വരണം. മിസ് ചെയ്യരുത്. വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകാൻ ഓർപ്പിക്കണം. From August 20th to August 30, we are conducting the School of the Holy Spirit at Melek, and I request you all to register and be a part of these meetings. ആമേൻ. Amen.